രാവിലെ എനിക്ക് വന്ന ഒരു വാട്സപ്പ് ക്ലിപ്പാണ്. ചിലരൊക്കെ ഇങ്ങനെ തുടർച്ചയായി ഈ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നുകൊണ്ടേയിരുന്നു. ആ അയച്ചു കൊണ്ടുവന്നിരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ സാധാരണ ഈ സ്കൂളിലൊക്കെ കാണൂല്ലേ, പിച്ചിയതിനൊരു അടി കൊടുക്കുമ്പോൾ യവനും പിച്ചിയല്ലോ എന്ന് പറയൂലേ. നമ്മൾ വീട്ടിൽ കുട്ടികളെ നിർത്തി ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ഒരാൾക്കൊരു തെറ്റിനൊരു അടി കൊടുത്താൽ ഈ അടി വാങ്ങിച്ച് കരഞ്ഞുകൊണ്ട് പറയൂലേ, അവന് ചെയ്തില്ലായിരുന്നു, അവന്. എന്നിട്ട് അതിനോടൊരു അടി കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും കരച്ചിൽ നിർത്തി. ഇത് നമ്മൾ വീട്ടിൽ ഈ രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ നടത്തുന്ന ഒരു ഏർപ്പാടാണ്. അതുപോലെ സമാനമായ ഒരു സംഗതി എനിക്ക് ഇന്നൊരു ക്ലിപ്പ് അയച്ചു തന്നു. വാട്സപ്പ് നമ്പർ കയ്യിലുള്ള ഒരാളാണ്. ആ ക്ലിപ്പിലെ കുറിപ്പിങ്ങനെയാണ്: മുജാഹിദ് വിദ്വേഷം വെച്ച് പുലർത്തുന്ന അനിൽകുമാരന് ഓശാന പാടിയ സമസ്തക്കാരെ ഇതൊന്ന് കേൾക്കൂ. എന്നെ അനിൽകുമാരെന്നോ അനിൽ തങ്കപ്പനെന്നോ അനിൽ ചെല്ലപ്പനെന്നോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വിളിച്ച് ആക്ഷേപിച്ചാലും ഞാൻ പറഞ്ഞ നിലപാടിലാണ് നിൽക്കുന്നത്. മർദ്ദിതനോടൊപ്പമാണ്. ആ മർദ്ദിക്കപ്പെടുന്ന പ്രക്രിയയിൽ അന്യായം ആരുടെ പക്ഷത്താണോ അന്യായത്തെ എതിർക്കുകയും ന്യായം ആരുടെ പക്ഷത്താണോ ന്യായത്തെ അനുകൂലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അവിടെ ജാതിയോ മതമോ സുന്നിയോ ഷിയായോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിദ്അത്തോ സുന്നത്തോ ഇതൊന്നുമല്ല പ്രധാന വിഷയം. ഇവിടെ വിഷയം മർദ്ദിതൻ്റെ വിഷയമാണ്. ഇറാൻ വളഞ്ഞു വെച്ച് ആക്രമിക്കപ്പെടുകയാണ്, അകാരണമായി ആക്രമിക്കപ്പെടുകയാണ്. ആ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാരണം അവർ ഷിയ ആയതുകൊണ്ടല്ല, ആക്രമിക്കുന്നവർ സുന്നി ആയതുകൊണ്ടുമല്ല. ഇത് രണ്ടും നടത്തുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമല്ല. ഇത് ഒരു രാജ്യത്തെ ഇല്ലാതാക്കി എന്ത് താന്തോന്നിത്വവും പശ്ചിമേഷ്യയിൽ ഞങ്ങൾ കാണിക്കും എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിക്ക് കുട പിടിച്ചു കൊടുക്കുകയും അതിനിരയാവുന്നവരെ വ്യാഖ്യാനിച്ച് ഒരുപാട് കിതാബുകളും പിന്നെ അതോടൊപ്പം ചരിത്രങ്ങളും അതോടൊപ്പം കഥകളും പറഞ്ഞ് അവരെ ഇകഴ്ത്തുന്ന സംഗതിക്ക് ഒരാളും കൂട്ടു നിൽക്കാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ സോഴ്സുകളിൽ നിന്ന് പണം കിട്ടുന്ന അടിമകൾ, ഇപ്പോൾ ഈ ഇലക്ഷൻ കാലം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ഒരുപാട് പാർട്ടിക്കാർ ബന്ധപ്പെട്ടിട്ട് ഇത്ര 1000 രൂപ തരാം, ഇങ്ങനൊരു വാർത്ത ചെയ്യണം, അങ്ങനൊരു വാർത്ത ചെയ്യാവോ, ഇങ്ങനെ വാർത്ത ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പൈസയ്ക്കും വേണ്ടി വാർത്ത ചെയ്യുന്ന ആളല്ല ഞാൻ എന്ന് ഉറക്കെ പറയാൻ ഈ പറയുന്നത് പോലെ കഴിയുന്നു എന്നുള്ളത് ഒരാളിൻ്റെ വ്യക്തിത്വമാണ്. എന്നാൽ അത് കഴിയാതെ ഈ തുകയെല്ലാം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി ബോധപൂർവം ആരെങ്കിലും ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് മുജാഹിദുകാരെല്ലാവരോടും ഈ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്ത നിലപാടില്ല. KNMകാരൊന്നും ഈ വിഷയത്തിൽ അങ്ങനെ ആഴത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇറാനെ അടിച്ചികഴ്ത്താൻ ശ്രമിച്ച് ഈ സീസണിൽ ഞാൻ കണ്ടില്ല. കണ്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മർക്കസ് ദഅ്വാക്കാർ അങ്ങനെ ഒരു പരാമർശത്തിലേക്കേ അവർ പോയില്ല. നജീബ് മൗലവി പൂർണ്ണമായും ഇറാൻ്റെ പക്ഷത്ത് നിലകൊള്ളണം എന്ന തരത്തിലേക്കാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. കാരണം ബാക്കിയെല്ലാം പിന്നീട്, ഇപ്പോൾ യുദ്ധമല്ലേ. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് ബാക്കി എഴുതിയിരിക്കുന്നത് ഇത് തന്നെയല്ലേ ഹുസൈൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയും സിറാജുൽ ഇസ്ലാമും മറ്റും പറഞ്ഞത്, അനിൽകുമാര വികാരമല്ല വിവേകമാണ് വേണ്ടത്. എന്നോടാണ് ഇത് എഴുതിയ ആളിനോടും പ്രചരിപ്പിക്കുന്നവരോടും പറയുന്നത്. നിങ്ങളുടെ തലയ്ക്ക് വെളിവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ അടിമകളായി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ എനിക്കല്ല വെളിവുണ്ടാവേണ്ടത്, നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. ഈ അയച്ചു തന്ന ക്ലിപ്പിലെ വാചകം എന്താണെന്നറിയോ? ഇതാണ്: സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അത് തീരെ കിട്ടാത്തൊരു വിഭാഗമാണ് ഷിയാക്കൾ. ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന യുദ്ധം, ഇസ്രായേലും അമേരിക്കയും തുടങ്ങിവെച്ച യുദ്ധം, ചെറിയ പിഞ്ചുകുട്ടികളെ കൊന്നുകളഞ്ഞ യുദ്ധം, അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ഇസ്രായേലുമായി പടപൊരുതുന്നു എന്ന നിലക്ക് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആളുകൾ പടപൊരുതുന്നു എന്ന നിലക്ക് ഇപ്പോൾ ഷിയാക്കൾ മെല്ലെ ഉള്ളിൽ കൂടി കയറി വന്ന് അതാ
ഷിയാക്കളായാൽ വളരെ നല്ല ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള മുഹാജിരീങ്ങളായ ഏറ്റവും വലിയ മഹാന്മാരായ സഹാബികളെ, എന്തിനധികം പറയണം, അൻസാരികളായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ ഐസ ബീബി റളിയല്ലാഹു അൻഹയെ, അങ്ങനെ തുടങ്ങിയുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരായ സഹാബികളെ കുറ്റം പറയുകയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഒരിക്കലും ഷിയാക്കളോടൊരു സിമ്പതി നമ്മളെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. അതിനർത്ഥം അനീതിക്ക് കൂട്ടു നിൽക്കണമെന്നോ അക്രമത്തെ പിന്തുണക്കണമെന്നോ അല്ല. ഈ ക്ലിപ്പാണ് എനിക്ക് അയച്ചു തന്നത്. ഇതൊക്കെ സംഘടനാവാദികളുടെ വാചകങ്ങളാണ്. അത് ഈ സിറാജുൽ ബാലുശ്ശേരി പറഞ്ഞാലും പേരോട് ഉസ്താദ് പറഞ്ഞാലും പിന്നെ മറ്റോര് പറഞ്ഞാലും എല്ലാവരും ഇതുപോലെ. ഇതിലെന്ത് പുതുമയുള്ളത്? നിങ്ങളെല്ലാവരും പരസ്പരം പറയുന്നതിൻ്റെ വേറൊരു വേർഷനാണ് പുള്ളി പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ലേ, അവർ ഖുറാഫത്തുകാരാണ്, ഇവർ ബിദഈകളാണ്, ഇവർ പുത്തംവാദികളാണ്, കുത്തംവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും പരസ്പരം ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സംഘടന നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമോ അത്തരം കാര്യങ്ങളോ ചർച്ച വരുമ്പോഴല്ലേ അതിനെ സംബന്ധിച്ചുള്ള വിഷയം. അത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നുണ്ട്? ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ച യുദ്ധമെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസം അതൊക്കെ ഉണ്ടല്ലോ. അതെന്തായാലും പുതുമയുള്ള കാര്യമാണോ? അത് ഷിയായും സുന്നിയും തമ്മിലാണോ? ബാക്കി ബ്രോഡായി സുന്നി എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും കൂടെ കിടന്ന് അടിക്കുകയല്ലേ ഇതിനകത്ത്. നമ്മൾ സാധാരണ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഹിന്ദുവിനകത്ത് പിന്നെ ഓരോരോ ജാതികളും ഉപജാതികളും തമ്മിലടിക്കുന്നത് പോലെ നിങ്ങൾ അതുപോലെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ എന്തിനാ ഇത് തള്ളിത്തന്നത്? ഞാൻ ഈ പറഞ്ഞ സംഗതിയിലേക്ക് കൂടി അങ്ങോട്ടൊന്ന് പോകണം. അങ്ങനെ ഒന്ന് പോയി പുള്ളിയെ രണ്ട് പറയുമ്പോഴേക്ക് ഞങ്ങൾ കരച്ചിൽ നിർത്തും. അതുകൊണ്ട് എന്താ കാര്യം? പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞ പോലെയാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ചരിത്രത്തിൻ്റെ ആഖ്യാനത്തെ മൊത്തം അങ്ങോട്ട് വെച്ച് വിളമ്പി ആവേശം കൊണ്ട് നിങ്ങളുടെ രണ്ട് ഈ ഹുസൈൻ സലഫിയുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെയും ഒക്കെ പ്രസംഗം കേട്ടാൽ നിങ്ങളുടെ ആ പ്രസംഗത്തിലെ മഹാപരാധികൾ ഇറാനികളാണെന്ന് തോന്നിപ്പോവും. എന്ന് പറഞ്ഞാൽ അവർ നശിക്കേണ്ടവരാണ്, അവരില്ലാതാകേണ്ടവരാണ്. അവരങ്ങോട്ട് നശിച്ചാൽ ലോകത്താണ്ട് സംഭവിക്കാൻ പോവുകയാണ് എന്ന തരത്തിലല്ലേ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഈമാൻ്റെ വിഷയത്തിലും ഇസ്ലാമിൻ്റെ വിഷയത്തിലും വ്യതിയാനത്തിൻ്റെ വ്യത്യസ്ത ധാരകളെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നും ഉണ്ടല്ലോ. ആ സംഗതിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇവർക്കാർക്കും ഇല്ലാത്ത മനസ്സിലാകാത്ത കാര്യം അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ് നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന, പലപ്പോഴും വാർത്ത ചെയ്യുന്നതിന് ചീത്ത വിളിക്കുന്ന അർണബ് ഗോസ്വാമിക്ക് തോന്നി എന്നുള്ളതാണ്. കാരണം അർണബ് ഗോസ്വാമി പറഞ്ഞ പല നിരീക്ഷണങ്ങളും ഇറാൻ ടിവിയിൽ കാണിച്ചു. എന്താ അർണബ് ഗോസ്വാമി പറഞ്ഞത്? Ladies and gentlemen, I personally believe that Donald Trump is in irredeemable cognitive decline and he's heading towards a political catastrophe. In any case, for Donald Trump, he should take some history lessons. What is America? Does it have a civilization? No. Does it have a history? No. What is America's greatest contribution to the world? Tesla, McDonald's, and the atom bomb. Ladies and gentlemen, who are the greatest performing artists of the United States of America? Bruce Springsteen. Ladies and gentlemen, a country with a history of just 250 years. A country built on the back of slave labor, slavery. The only history of America, if you go back to its the greatest past, which is this 250 years back, which is modern history for real civilizations, is slave history. Ladies and gentlemen, on the other hand, Persian civilization predates Alexander. It is parallel to the Greco-Roman civilization. കണ്ടോ? അർണബ് ഗോസ്വാമിയാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? വേട്ടയാടുന്ന യുദ്ധവെറിയനെക്കുറിച്ചാണ് പറയുന്നത്. ആ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചരിത്രമുണ്ടോ? നിങ്ങൾ ലോകത്തിന് എന്താ സംഭാവന ചെയ്തിട്ടുള്ളത്? മക്ഡൊണാൾഡും പിന്നെ ആറ്റം ബോംബും. അല്ലാതെ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടോ? പക്ഷേ പേർഷ്യൻ സംസ്കാരം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇതുപോലെ ഏറ്റുമുട്ടലുണ്ടാവുമ്പോൾ ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും ഹുസൈൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയും
പേരോട് ഉസ്താദ് മടങ്ങുന്നവരെല്ലാം ചെയ്യേണ്ടത് എന്താ? പേർഷ്യൻ സംസ്കാരത്തിൻ്റെ പരിണിതികൾ, അതിൻ്റെ ലോകത്തിന് സംഭാവന ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ്, അത് ലോകത്ത് കാട്ടിക്കൊടുത്ത വെളിച്ചമെന്താണ്, അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്? അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം തൊള്ള കീറി ചരിത്രം മുഴുവൻ പറഞ്ഞ് ഇറാനെ ആക്ഷേപിക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒറ്റ ലക്ഷ്യം എന്താ? വല്ലതും കിട്ടപ്പോലുള്ളവരെ സന്തോഷിപ്പിക്കണം. മറിച്ച് പറഞ്ഞു പോയാൽ, കിട്ടൽ നിന്നു പോയാലോ? പക്ഷേ അത് കുറച്ച് അനുയായികൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഈ മെസ്സേജ് അയച്ചതുപോലത്തെ അടിമക്കണ്ണുകൾ അത് മനസ്സിലാക്കുന്നതേയില്ല. അവിടെയാണ്. അതുകൊണ്ട് ആ കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ എനിക്കല്ല വിവേകം വേണ്ടത്. എൻ്റേത് വിവേകത്തിൽ നിന്നുണ്ടാകുന്ന വികാരമാണ്. എൻ്റെ വികാരം വിവേകത്തിൽ നിന്നുണ്ടാകുന്ന വികാരമാണ്. നിങ്ങളുടെ വികാരം പണത്തിൽ നിന്നും സംഘടനാബോധത്തിൽ നിന്നും നിലനിൽപ്പിൽ നിന്നും ഉണ്ടാകുന്ന വികാരമാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൂടിയാണ് അർണബ് ഗോസ്വാമി എന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്. അത് ഞാൻ മുഴുവൻ വീഡിയോയും പിന്നീട് കാണിക്കാം.